ഇനി നമ്മൾ പഠിക്കാൻ പോണത് നമ്മുടെ ടൈം ലൈനിലുള്ള ക്ലിപ്പുകൾ എങ്ങനെയാണ് ട്രിം ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പല മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡുകളെല്ലാം റിപ്പിൾ എഡിറ്റ് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇത് ട്രിം ചെയ്യുകയോ ഷോർട്ടൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ ഓവറോൾ ടൈം ലൈൻ അതിനനുസരിച്ച് മാറും, അല്ലെങ്കിൽ ക്ലിപ്പുകളെല്ലാം സബ്സീക്വൻ്റ്ലി അഡ്ജസ്റ്റഡ് ആവും. പല മെത്തേഡുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ മെത്തേഡ് നോക്കാം. ആദ്യത്തേത് നമ്മളുടെ മൗസോ ട്രാക്ക് പാഡോ ഉപയോഗിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഓരോ ക്ലിപ്പിൻ്റെയും എഡിറ്റ് പോയിൻറ്റ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഷോർട്ടൻ ചെയ്യുകയോ എക്സ്റ്റെൻഡ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു ക്ലിപ്പ് ആദ്യം സെലക്ട് ചെയ്യാം. അപ്പം നമ്മളൊരു ക്ലിപ്പ് സെലക്ട് ചെയ്തു. നമ്മൾ സ്ലോലി നമ്മളുടെ കേഴ്സർ ആ ക്ലിപ്പിൻ്റെ എൻ പോയിന്റിലേക്ക് വന്നാൽ അത് ആക്റ്റീവ് ആകും. അത് ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ അടുത്ത ക്ലിപ്പിൻ്റെ സ്റ്റാർട്ട് പോയിന്റിൽ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ വരുമ്പം ഒരു ക്ലിപ്പിൻ്റെ സ്റ്റാർട്ട് പോയിൻറ്റും ആണ്, മറ്റേ ക്ലിപ്പിൻ്റെ എൻഡ് പോയിൻറ്റും ആണ്. ആ സെൻറ്റർ പോർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, എൻ്റെ കേഴ്സർ ട്രിം ടൂളായി മാറി. ഈ ട്രിം ടൂൾ വെച്ചുകൊണ്ടാണ് നമ്മളിനി അഡ്ജസ്റ്റ് ചെയ്യാൻ പോണത്. ഈ ട്രിം ടൂളെ ഹോൾഡ് ചെയ്തുകൊണ്ട് എനിക്ക് ക്ലിപ്പിനെ ഷോർട്ടൻ ചെയ്യാൻ അല്ലെങ്കിൽ ട്രിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അങ്ങനെ ട്രിം ടൂളെ നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ രണ്ട് ടൈം കോഡ് അവിടെ കാണിക്കുന്നുണ്ട്. ആദ്യത്തേത് ക്ലിപ്പിൻ്റെ ഓവറോൾ ഡ്യൂറേഷനും രണ്ടാമത്തേത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡ്യൂറേഷനുമാണ് കാണിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ തൊട്ടടുത്ത ക്ലിപ്പുകളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും ഞാൻ ആ സെൻറ്റർ പോർഷനിൽ വന്ന് മൗസ് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ അടുത്ത ക്ലിപ്പിൻ്റെ സ്റ്റാർട്ട് പോയിൻ്റ് സെലക്ട് ആവും. അതിനുശേഷം മൗസ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എനിക്ക് അടുത്ത ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിനെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പം രണ്ട് സൈഡിലോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നിങ്ങൾക്ക് ആ കേഴ്സറിൻ്റെ മാറ്റം അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രിം ചെയ്യുന്നതും എക്സ്റ്റെൻഡ് ചെയ്യുന്നതും. ഇനി നമ്മൾ സെലക്ഷൻ ടൂൾ, റേഞ്ച് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ട്രിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നിങ്ങൾ നമ്മുടെ ടൂൾസ് മെനുവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഞ്ച് സെലക്ഷൻ ടൂളുണ്ട്. ആ റേഞ്ച് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ക്ലിപ്പാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ റേഞ്ച് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ കണക്റ്റഡ് ക്ലിപ്പിൽ റേഞ്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ട്രിം എന്ന് പറയുന്ന മെനുവിൽ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രിം സെലക്ഷൻ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോൾ ആ കണക്റ്റഡ് ക്ലിപ്പിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോണം. കണ്ടോ, ആ ക്ലിപ്പിൽ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം നിന്നു, അതിൻ്റെ രണ്ട് സൈഡിലുമുള്ള പോർഷൻ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഈ രീതിയിലും നിങ്ങൾക്ക് ട്രിം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഒരു മെത്തേഡ് നോക്കാം. നമ്മളുടെ സ്കിമ്മറിൻ്റെ അല്ലെങ്കിൽ പ്ലേ ഹെഡിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് പോയിൻ്റ് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യം നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു. ആ ക്ലിപ്പിൻ്റെ എഡിറ്റ് പോയിന്റിലേക്ക് നമ്മൾ കേഴ്സർ കൊണ്ടുവന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പം നമ്മളുടെ കേഴ്സർ മാറും, വേറൊരു ഷേപ്പിലോട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ആ ക്ലിപ്പിൻ്റെ എഡിറ്റ് പോയിന്റ് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എഡിറ്റ് പോയിന്റ് മാത്രമാണ് ആ യെല്ലോ കളർ കാണുന്നത്, അത് സെലക്റ്റഡ് ആയി. ഇനി നമുക്ക് ഈ ക്ലിപ്പിനെ ഷോർട്ടൻ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനോ പറ്റും. അപ്പോൾ എഡിറ്റ് പോയിന്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു കീബോർഡ് ഷോർട്ട്കട്ടായ ഷിഫ്റ്റ് എക്സ് എന്ന് പറയുന്ന കീ നമ്മളുടെ പ്ലേ ഹെഡ് എവിടെയായിരിക്കുന്നോ അവിടെ കൊണ്ടുവന്ന് വച്ചതിന് ശേഷം ഷിഫ്റ്റ് എക്സ് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഷോർട്ടനായി. ഞാനിനി ഇത് അൺഡു ചെയ്യാൻ വേണ്ടി കമാൻഡ് ഇസഡ് ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൂടെ നോക്കാം. അപ്പോൾ വീണ്ടും ഞാൻ ആ എഡിറ്റ് പോയിന്റിൽ വരുന്നു, അവിടെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ എഡിറ്റ് പോയിന്റ് സെലക്റ്റഡ് ആയി. അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റിലേക്ക് ഞാൻ എൻ്റെ പ്ലേ ഹെഡ് മൂവ് ചെയ്യുന്നു. അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ വന്നതിന് ശേഷം ഷിഫ്റ്റ് എക്സ് ഞാൻ വീണ്ടും പ്രസ് ചെയ്യാൻ പോവാണ്. ഷിഫ്റ്റ് എക്സ് പ്രസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് എക്സ്റ്റെൻഡായി. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്ലിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാനും ഷോർട്ടൻ ചെയ്യാനും ഈ പ്ലേ ഹെഡിൻ്റെയും ഷിഫ്റ്റ് എക്സിൻ്റെയും സഹായത്തോടെ പറ്റും. ഇനി മറ്റൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോവാണ്. ടോപ്പ് ആൻഡ് ടെയിൽ എഡിറ്റിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഓപ്ഷൻ ലെഫ്റ്റ് ബ്രാക്കറ്റും ഓപ്ഷൻ റൈറ്റ് ബ്രാക്കറ്റുമാണ് അതിൻ്റെ കീ. ശരി, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന ഈ ക്ലിപ്പിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വരെ കേഴ്സർ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് ഓപ്ഷൻ ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തപ്പോൾ ആ ക്ലിപ്പ് ഷോർട്ടനായി. ഇനി ഇതുപോലെ തന്നെ ഒരു ക്ലിപ്പ് ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുവാണ്. കമാൻഡ് ഇസഡ് അടിച്ച് അൺഡു ചെയ്തു. ഓക്കെ, ആ ക്ലിപ്പ് വീണ്ടും സെലക്റ്റഡ് ആയി. ഇനി ഇതിൻ്റെ അവസാന പോർഷൻ, ഈ ക്ലിപ്പിൻ്റെ അവസാന പോർഷൻ എനിക്ക് കുറച്ച് ഭാഗം ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അവസാന ഭാഗം ഒരു കുറച്ച് ഫ്യൂ സെക്കൻഡ്സിൻ്റെ അവിടെ കേഴ്സർ കൊണ്ട് വെക്കുന്നു.
എന്നിട്ട് ഞാൻ നമ്മളുടെ കീബോർഡ് ഷോർട്ട് കട്ടായ ഓപ്ഷൻ റൈറ്റ് ബ്രാക്കറ്റ് സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഓപ്ഷൻ റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തു. കണ്ടോ, ക്ലിപ്പ് ഷോർട്ടനായി. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ലെഫ്റ്റ് ബ്രാക്കറ്റും ഓപ്ഷൻ റൈറ്റ് ബ്രാക്കറ്റും ഉപയോഗിച്ച് നിങ്ങളുടെ ക്ലിപ്പിനെ ട്രിം ചെയ്യാൻ പറ്റും.